രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കൃപാസനത്തിലെ ഏറ്റവും വലിയ അഭിഷേകം നടക്കുന്ന ഒരു സമയമാണ്. എവിടെയാണ് തൈറോയിഡ് ഉള്ളവർ, സ്റ്റേറ്റുള്ളവർ അവരെല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനക്കാരും ശ്വാസകോശ രോഗമുള്ളവരും പങ്ക്രിയാസിന് രോഗമുള്ളവരൊക്കെ പങ്ക്രിയാസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച് ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അടിവയറിന് പെരുപ്പും മൂത്രമൊഴിക്കുമ്പോൾ ചെരിച്ചിലും പുകച്ചിലും മൂത്രാശയത്തിൽ കല്ലും ഒക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവാംഗം രോഗമുള്ളവർ സ്വന്തം ശിരസ്സ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല സമയമാണ്, അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവേ, അങ്ങയുടെ ദാസൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഓ ആരാധ്യനെ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മധ്യസ്ഥം വഹിച്ച സ്ഥലമാണിത്. ജീവനോടെ അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളിൽ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. കർത്താവേ, അങ്ങേ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. സ്തുതിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാർഗരോഗങ്ങളാൽ തിരാവേദികളെ ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ശക്തി നിറച്ച് സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ അടിവയറ്റിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലക്ക് അലർജി രോഗങ്ങളുണ്ട്, ചിലക്ക് സോറിയാസിൻ്റെ രോഗങ്ങളുണ്ട്. തലതൊട്ട് കൈതൊട്ടെല്ലാം ഉളച്ചു വരിക, തൊലി പൊളിഞ്ഞു വരിക. അവരെല്ലാവരും ഈ സമയത്ത് കൈകൾ അച്ഛനെപ്പോലെ വിടർത്തിക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലക്ക് മൂക്കടഞ്ഞു പോയവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ചിലക്ക് മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, ശരീരത്തിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൽ കുരുക്കളുണ്ടാകുന്നവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നവരുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവ് ദ്രവിച്ചു പോയവർ, ബ്ലോക്കായി പോയവരുണ്ട്, കരളെ വീക്കമുണ്ടായവരുണ്ട്, മഹോദ രോഗികളുണ്ട്, ശ്വാസകോശ രോഗികളുണ്ട്, ശ്വാസകോശത്തെ പ്രഷറില്ലാത്തവരുണ്ട്, പ്രഷർ കൂടിപ്പോയവരുണ്ട്. കർത്താവ്, ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കുറേയധികം പ്രാരാബ്ദങ്ങൾ ശ്വാസമുട്ടലുള്ളവരുണ്ട്. കർത്താവെ, എപ്പോഴും വിട്ടുമാറാ തലവേനും മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെവിക്ക് മുളക്കം മൂടിയിരിക്കുന്നവരുണ്ട്. കർത്താവ്, എപ്പോഴും ചുഴിഞ്ഞ കുത്ത് വേദനിക്കുന്നവർ, കണ്ണിന് കരിപ്പുള്ളവർ, കർത്താവ്, കണ്ണിന് കുരുക്കുള്ളവർ, തിമിരമുള്ളവർ, കൈക്ക് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കാല് മുതൽ ഉള്ള ശ്രുതികട്ടെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കൃപായുടെ യുഗതികൾ ജീവരുടെ പ്രത്യക്ഷയുടെ മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിൽ സത്യം പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. കർത്താവിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യം ഉണ്ടാവണേ.
നാക്ക് വിണ്ടുപോയവർ, നാക്ക് കുറുനാക്ക് പോലെ വന്നവർ, നാക്ക് കൊണ്ട് തളർന്നു പോയവർ, അവരൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ കണ്ണിന് വിഷമമുള്ളവരെ, വിങ്ങലുള്ളവരെ, എൻ്റെ ഇടത് കണ്ണിന് വീക്കമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. എന്തൊക്കെ ഇങ്ങനെ കയ്യിലിരുന്നുകൊണ്ട് പുള്ളി ചുള്ളച്ച് വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഒരിക്കൽ സദയം തുണയുടെ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുണയുടെ സുഖമായിടും എൻ്റെ ഉള്ളം. കൈയും കാലും കളറ് മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വെരിക്കോസ് രോഗികളുണ്ട്. അവരൊക്കെ സമർപ്പിക്കുന്ന സമയമാണ്. കശേരികൾ വിട്ടുപോകുന്നതിൻ്റെ പേരിൽ വിങ്ങിയിരിക്കുന്നവർ, നടക്കാനും ഇരിക്കാനും നിവർക്കാനും പറ്റാത്തവരുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ ഇത് അമ്മ നിങ്ങളെ സുഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഇന്ദു എന്ന് പറഞ്ഞൊരു മോള് പൂഞ്ഞാറിൽ നിന്ന് കിടന്ന് വന്നതാണ്. ഇവിടെ കിടന്ന് നിങ്ങളെ സാക്ഷ്യം കാഴ്ച കാണുമായിരിക്കും. വേദന കൊണ്ട് പൊളഞ്ഞ് 1.5 കൊല്ലമായിട്ട് വാഹനം ഇടിച്ച് തെറിച്ച് വീണതിന് ശേഷം കിടന്നു പോയതാണ്. അപ്പോൾ അവർ മരിക്കാൻ തീരുമാനിച്ചു, എലിവിഷം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ അത് എലിവിഷം കഴിച്ച ചാകുന്ന എലിയെ അവൾ കണ്ടെന്നാണ് പറയണത്. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ചത്തത്. അവനത് കഴിക്കാൻ പേടിയായിരുന്നു. കാര്യം അവളുടെ വേദന കൂടി അവൾ വീണ് കിടപ്പായി കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോയി സഹായിക്കാൻ അവരാരും ഇല്ലായിരുന്നു. അവൾക്ക് ഇത്തിരി ഭക്ഷണം കിട്ടാനോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. കിടന്നുപോയി, കിടപ്പായിപ്പോയി. ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയി. അത് കാരണം അവളെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അങ്ങേരും പോയി. അപ്പോൾ ഞാൻ ഓർക്കണേ, അവിടെ കൊണ്ടുവന്ന് ഡ്രൈവറാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവരാനുള്ള, എന്നെ ആരും കൊണ്ടുവരാനുള്ള പരുവം വീട്ടിൽ ഇല്ലെന്നാണ് പറയണം അവൾ. അവസാനം ഞാൻ വിളിച്ച ഡ്രൈവറാണ് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് വണ്ടി പാലത്തേക്ക് കയറുമ്പോൾ ഞാൻ ആപ്പാടെ എൻ്റെ ജീവൻ പോകുന്നു, എന്നാൽ തിരിച്ചു പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വേദന കടിച്ചമർത്തിയാലും ശരി അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞ് കാരക്കിടന്ന്. അങ്ങനെ പിന്നെ പാലായിൽ നിന്ന് ഇവിടെ കാരക്കിടന്നാണ് വരണത്. അത്ര കണ്ട് വേദനയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാർ ഇവിടെ ഇതിൻ്റെ വാതിക്ക് നിർത്തും. അത് ഡ്രൈവർ ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞ് പിടിച്ച് നിന്നോളണം, ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കൂടെ കാറിട്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന അയാൾ ഇവിടെ പിടിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഉടമ്പടി പത്രം മേടിച്ചു. പിന്നെ പതുക്കെ നടന്ന് അവിടെ പറയണത്, പിന്നെ ഞാൻ ഈ സ്റ്റെയർ കേസ് കയറി, പിന്നെ ഞാൻ 2ാമത്തെ നിലയിൽ പോയി, ഞാൻ കൗൺസിൽ എടുത്ത് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എനിക്ക് കുട എനിക്ക് കിട്ടി. ഞാൻ അമ്മയ്ക്ക് കുടയും പിടിച്ചുകൊണ്ട് വന്ന്. ആദ്യമായിട്ടാണ് ഞാൻ 6 കിലോ ഭാരം എടുക്കണമെന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എവിടെ വെച്ചാണ് അമ്മ എൻ്റെ വേദന ഏറ്റെടുത്തതെന്ന് എനിക്കറിയത്തില്ലെന്ന്. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയെന്ന്. ഇത്രയും സ്പീഡാണ് ഈ വിഷയം. ഇതൊക്കെ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്തൊക്കെ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിതിങ്ങനെ പറഞ്ഞത് ഈ ആഴ്ച സംഭവിച്ച കാര്യങ്ങളാണ്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നിങ്ങളെ എന്തിനാണ് ഇതിൻ്റെ ഇരട്ടി ഇത്, ഈ വിശ്വാസം ഏറ്റവും അവസാനം കിട്ടിയ ആൾക്കാർ കാണിക്കുന്ന വിശ്വാസ സമർപ്പണങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഇരട്ടി വിശ്വസിച്ചാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം എപ്പോഴും അറിയാമല്ലോ, ദൈവം ആരാണ് സത്യവും നീതിയും വിശ്വസ്തതയും കാണിക്കണത്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് വിശുദ്ധീകരണം ഉണ്ടാകണം, അത് കഴിഞ്ഞ് ശക്തീകരണം ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇടിവെട്ട് പ്രേക്ഷിതനായി ഞാൻ മാറുമെന്നുള്ള ഒരു തീരുമാനത്തെ എടുത്ത് ഇന്ന് നടപ്പിൽ വരുത്തണം. ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം എൻ്റെ തലയിൽ എഴുതി തന്നിരിക്കുന്ന അഭിഷേകം അതാണെന്ന് തോന്നുന്നത്. കാര്യം 7 മുതൽ പോലും ഞാൻ ജനങ്ങളുടെ കണ്ണീരിന് വേണ്ടിയാണ് എപ്പോഴും ദൈവതിരുസ്ഥലത്ത് നിന്നിട്ടുള്ളത്. അതായത് ഓരോ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദന, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ കടകളൊക്കെ നടത്തത്തില്ലേ, പീഴി കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരിടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ആൾക്കാർ പോയി നോക്കുമ്പോൾ എൻ്റെ വലിപ്പ് ക്യാഷ് ബോക്സിൻ്റെ വലിപ്പ് മാറ്റി നോക്കി എന്ത് കച്ചവടം നടന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ അതിനകത്ത് നോട്ട് കുറവാണെങ്കിൽ അവരുടെ മുഖത്തപ്പോൾ കാണാൻ പറ്റും സങ്കടം. എന്താ കാര്യം? വൈകുന്നേരം വരുമ്പോൾ കടക്കാർ ബ്ലേഡുകാരൊക്കെ മേടിച്ച് അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങേർക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ വേദനകളുണ്ട്, അതിനൊക്കെ അവച്ച് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നം. അവന് ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഈ ക്യാഷ് ബോക്സ് കട നടത്തുന്നവൻ ക്യാഷ് ബോക്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും പൈസ കുറവാണെങ്കിൽ അവൻ ചോദിക്കുന്നത് വൈകുന്നേരം ബ്ലേഡുകാരെ ഇങ്ങനെ വിടും, അത് കഴിഞ്ഞ് നാളെ കുഞ്ഞിനെങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാനുള്ളത് ഉടുപ്പ് മേടിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ വേദനയില്ലേ, അതിനെയാണ് അമ്മ ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. അമ്മ എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ ഗ്രേസ് വർദ്ധിപ്പിക്കാൻ നോക്കണം. അതിനാണ് ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തന്നിരിക്കുന്നത്. അത് ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിലിടപെടും. എന്ത് ചെയ്യണമെന്ന് പരീക്ഷയ്ക്ക് വരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണത്. അമ്മേ മതി, എനിക്ക് ജയിക്കാനുള്ളതായി. വിപിൻ പറയുന്നുണ്ട്, പരീക്ഷ കൊണ്ടിരുന്നുണ്ട്, അമ്മേ മതി, എനിക്ക് ജയിക്കാനുള്ളതായെന്ന് പറയും. അത്രയും ദൈവം കാണിക്കുന്ന സിൻസിയറിറ്റി ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിക്ക് ബദലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷക്കാർ, ജോലിയില്ലാത്തവർ, ഇനി കുറേ പേര് സങ്കടം അനുഭവിക്കണം. എന്താണെന്ന് അറിയാമോ? അവർക്ക് വിസ വന്നിട്ടില്ല, അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഈ ആഴ്ചയിലൊക്കെ ക്ലാസ് തുടങ്ങുകയാണ്. ഓൺലൈൻ ക്ലാസ് തീരുകയും വെർച്വൽ ക്ലാസ് തീരുകയും ഫിസിക്കൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യുകയാണ്. പക്ഷേ വിസ ഇപ്പോഴും വന്നിട്ടില്ല. 10 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വേദനകളെ ആരാധനയാക്കി മാറ്റുകയാണ് ഇപ്പോഴ്. ഇതുപോലെ തന്നെയാണ് വീടും സ്ഥലവും, വസ്തു വിൽപ്പന, കടം, ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹത്തിൽ സമയത്ത് വിൽക്കാൻ പറ്റാതിരിക്കുകയും, അപ്പോൾ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യും. എല്ലാം ബ്ലോക്കാവും. ഒരു ബ്ലോക്ക് വന്നാൽ അതിൻ്റെ കൂടെ കുറേ ബ്ലോക്കുകൾ ഒരുമിച്ച് വരും. ഒരു ബ്ലോക്ക് മാറുമ്പോൾ എല്ലാ ബ്ലോക്കുകളും മാറും. അപ്പോൾ ഇതൊക്കെ ജീവിതം മുന്നോട്ട് പോകാനുള്ള മേഖലകളെല്ലാം ദൈവം ഇടപെടും. പക്ഷെ നിങ്ങൾ അതിൻ്റെ കൂടെ ഉടമ്പടിച്ചെടുക്കുമ്പോൾ അതാണ് പറഞ്ഞത്, അതിനുള്ള നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. അപ്പം നിങ്ങളുടെ കാര്യത്തിന് ദൈവം പ്രാധാന്യം തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, ഉള്ള വീട്ടിൽ പൊറുക്കാൻ പറ്റാത്തവരെ, കടക്കാര് കാരണം വീട് വിട്ടു പോകുന്നവരെ, നാട് വിട്ടു പോകുന്നവരെ തിരിച്ചു കൊടുക്കാൻ ജന്മത്ത് ആവത്തില്ലെന്നുള്ള ദുരന്ത സത്യം തിരിച്ചറിഞ്ഞ് ഉടമ്പടി മാതാവിന്റെ മുമ്പിലെ അഭയം പ്രാപിച്ചവരെ എല്ലാവരെയും ഓ ഈശോയെ, അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം ഈ ആരാധനയിൽ വെച്ചുകൊണ്ട് നിനക്ക് ഞങ്ങൾ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കണ്ണുനീരം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബ വിഷയങ്ങളിലെ വേദനപ്പെടുന്നവരെ, അവിശ്വസ്തത കാണിക്കുന്നവരെ, കുടുംബ കോടതിയില് കേസിലിരിക്കുന്നവരെ, ഡൈവേഴ്സിന്റെ വക്കിലെത്തിയവരെ, ഡൈവേഴ്സ് ആയിപ്പോയവരെ, ഒറ്റക്ക് ജീവിക്കുന്നവരെ, പലതരത്തിലുള്ള വീട്ടുഞെരുക്കങ്ങളിലെ പൊറുതിമുട്ടുന്നവരുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ, ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും
എൻ്റെ ഉള്ളം. വളരെ ധൈര്യമായിട്ട് നിൽക്കുക മക്കളെ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം 10,000 ദൈവത്തെ അനുഭവിച്ച് വലിയ സാക്ഷിയായി ജീവിച്ച ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും. വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീട് പോയവരുണ്ട്, കടൽ കയറി വീടെടുത്തു പോയവരുണ്ട്, എല്ലാ തരത്തിലും വഴിയാധാരമായി പോയ ജന്മങ്ങളുണ്ട്. അവരെല്ലാം ഈ ആരാധനയെ സമർപ്പിക്കുക. വിദേശ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടവരെ, വിസ കിട്ടാത്തവരെ, പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നവരെ, രേഖാമൂലമായ രേഖകൾ വേണ്ട സമയത്ത് കിട്ടാത്തവരെ, രേഖകൾ കൈമോശം വന്നവർ, തെളിവില്ലാത്തവരെ, രേഖകൾ കാണാതെ പോയവരെ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. വിവാഹത്ത് വരാത്തവരെ, മക്കളില്ലാത്തവരെ, ഉള്ള മക്കൾക്ക് ഗുരുതരമായ രോഗങ്ങളുള്ളവരെ, ഹൃദയത്തിന് ദൂരമുള്ളത് കുഞ്ഞുങ്ങൾ, ഹൃദയത്തിന് ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, അവിടെ മേലെല്ലാം മാതാവിൻ്റെ കൈകൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. കടങ്ങളിൽ കേസിലകപ്പെട്ടിരിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ, പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ വേദന മാറാതിരിക്കുന്നവരെ, ഭർത്താവോ ജീവിത പങ്കാളിയോ മക്കളോ അമ്മയോ ഒക്കെ കൈ നഷ്ടപ്പെട്ടു പോയവരെ, അതിൻ്റെ വേദനയ്ക്ക് ശമനമില്ലാതെ ഉള്ളിൽ പെന്തനീർ നെരിപ്പോട് പോലെ നടക്കുന്നവിടമേൽ, ഓരോരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവിടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ, പരിശുദ്ധമാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഒരു നിമിഷം അവനുമായി അച്ഛൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളത് ഈശോയ്ക്ക് പരിശുദ്ധം വഴി ഏൽപ്പിക്കുക. വയറ് വീർത്തു വരുന്നവരുണ്ട്, ചില ബ്ലാഡറുകൾ, ചില ഓപ്പറേഷൻ്റെ സൈഡ് എഫക്ട്സ് ഉള്ള രോഗികളുണ്ട്, അവരെല്ലാം അച്ഛൻ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയാനുള്ള സമയമാണ്. പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. സമാപന ആശീർവാദം. കൈകൾ കൂപ്പി കണ്ണടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കും.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു. ആദ്യം തന്നെ ദൈവകുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു, ഇവിടെ ഒരു സാക്ഷിയായി എന്നെ ഉയർത്തി നിർത്തിയതിന്. ഞാൻ ഖത്തറിൽ നേഴ്സായി വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ ഖത്തറിലേക്ക് പോകുമ്പോൾ എൻ്റെ 3 മക്കളെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കടന്നു പോയത്. ഇളയ മോൾക്ക് 10 മാസം, 2 ആൺമക്കൾ 12ഉം 13ഉം വയസ്സുള്ളത്. ഞാൻ ഈ വർഷം ഓഗസ്റ്റ് ലാസ്റ്റ് കടന്നു വരുമ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ കണ്ട് ഞാൻ വളരെയേറെ വിഷമിച്ചു. കാരണം എൻ്റെ മൂത്ത മോഹൻ പൂർണ്ണമായും മൊബൈൽ അഡിക്ഷനായിരുന്നു. കാരണം അവൻ നല്ലതായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് അവൻ പൂർണ്ണമായും മൊബൈലിനകത്ത് ഇരിക്കുന്നതാണ്. വേറെ ആ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വളരെയേറെ നിരാശപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ കടന്നു പോകും? അങ്ങനെ ഞാൻ 2-3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ആഗ്രഹം വന്നു, IELTS പഠിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ ആയിട്ട് ഒരുമിച്ച് കടന്നു പോകാം. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇളയ നാത്തൂൻ എന്നെ വിളിച്ച് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ IELTS ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഉടമ്പടി എടുക്കാൻ ഞാൻ പിറ്റേ ദിവസം ഇവിടെ കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ 1000 ദുഃഖങ്ങളുണ്ടായിരുന്നു. ഒരു കല്ല് കെട്ടിവെച്ച ഭാരത്തോടെയാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ 12:30 വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മയെ കാനാവിലെ കല്യാണത്തിന് അമ്മ കുറവ് നികത്തിയ പോലെ എൻ്റെ വീട്ടിലെ കുറവുകളെല്ലാം അമ്മ എനിക്ക് നികത്തി തരണം എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ കിട്ടിയ ഒരു അനുഭവത്തോടെയാണ് ഞാൻ വെളിയിലിറങ്ങി എൻ്റെ മുഖത്ത് നല്ല സന്തോഷം. ഞാൻ ആ സന്തോഷവുമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹസ്ബൻഡ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എൻ്റെ തിരുക്കുമാരനും എൻ്റെ അമ്മയും എന്നോടൊപ്പമുണ്ട്. ഞാൻ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ എനിക്ക് ഒരു ഭയമുണ്ടായിരുന്നു. അതിതായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും കുടുംബ പ്രാർത്ഥന പ്രോപ്പറായിട്ട് നടക്കത്തില്ല. കുഞ്ഞുങ്ങൾ ഈശോയെ നോക്കിയിരിക്കത്തില്ല, പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകൻ. ഞാൻ അന്നത്തെ ദിവസം രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ മോൻ നോക്കുന്നൊന്നുമില്ല. ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു. അതിനുശേഷം ഉടമ്പടി തൈലം എടുത്ത് അവനെ എൻ്റെ അടുത്തേക്ക് വിളിച്ച് ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ നെറ്റിയിൽ തേച്ച് കൊടുത്തു. അവനത് തേച്ചിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസവും ഞാൻ അത് തന്നെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഈശോയെ നോക്കാൻ തുടങ്ങി. കുരിശ് വരയ്ക്ക് ഉഴപ്പുന്നില്ല, നേരെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഫോണിൽ നിന്ന് ഇത് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് എക്സാമിൽ മാത്സിന് അവൻ ഫെയിലാകുന്നത് അവന് ഭയങ്കര വിഷമമാണ്. ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, മമ്മി ഞാൻ ഇനി ഫോൺ ഉപയോഗിക്കുന്നില്ല. മമ്മി എപ്പോഴെങ്കിലും എനിക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ച വേദപാഠം കഴിഞ്ഞ് വരുമ്പോഴോ എപ്പോഴേലും കുറച്ച് നേരം തന്നാൽ മതി, അല്ലാതെ എനിക്കിനി ഫോൺ വേണ്ടെന്ന്. ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു മേടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കുമ്പോൾ അവനൊരുമാതിരി ഭ്രാന്ത രീതിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. മുറ്റത്ത് പോയി കല്ലെറിയുക, മുഖത്തോട്ട് നോക്കാതെ കുഞ്ഞിരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുമായിരുന്നു. ഇതൊന്നും എൻ്റെ കുഞ്ഞിനിപ്പോഴില്ല. എൻ്റെ കുഞ്ഞ് വളരെ നല്ല കുട്ടിയായി പഠിക്കുന്നു. ഈ പ്രാവശ്യത്തെ എക്സാമിന് അവൻ എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവൻ ആ ഫ്രീ ടൈമിലൊക്കെ വല്ല പടം വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ശനിയാഴ്ച മാത്രം കുറച്ച് സമയം അവൻ എന്നോട് ഫോൺ ചോദിക്കും, അത് ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്നാൽ പഴയ പോലെയുള്ള ഒരു ചേഷ്ടകളും അവൻ കാണിക്കുന്നില്ല. ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി. തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ
നിയോഗം. രണ്ടാമത്തെ നിയോഗം, ഈ IELTS പഠിക്കാൻ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക്കും അറിയത്തില്ല. എന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിപ്പിക്കാൻ, ഫീസ് അടയ്ക്കാൻ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായിരുന്നു. നീ ജയിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് IELTSന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാറും ഇത് തന്നെ പറയുന്നു, ഇംഗ്ലീഷ് പോരാന്ന്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശ് രൂപ ഇട്ടുകൊണ്ടാണ് പോയത്. മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ വായിൽ വരുവാൻ അമ്മ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം ആയിരുന്നു. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ഒരു ദുഃഖവും അനുഭവപ്പെട്ടില്ല. എന്തൊക്കെയോ നേടിയ രീതിയിൽ ഞാൻ ഇറങ്ങിപ്പോന്നു. അതിനുശേഷം റൈറ്റിങ്ങും ലിസണിങ്ങും എല്ലാം പിറ്റേ ദിവസമായിരുന്നു. അതിന് ഞാൻ ഇത് തന്നെ ചെയ്തു. കാശ് രൂപം കഴുത്തിലുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് എഴുതുകയാണ്. പക്ഷേ എനിക്ക് എഴുതാനായിട്ട് കുറച്ചേ ഉള്ളൂ. എന്തൊക്കെയോ ഞാൻ എഴുതി. എന്താ എഴുതിയെന്ന് രണ്ടാമതൊന്ന് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്രയ്ക്ക് പാടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയതനുസരിച്ച് ഞാൻ ഫെയിലാകും. എന്നാൽ എൻ്റെ തിരുക്കുമാരനെ അമ്മയും കൂടി ഞാൻ വിട്ടിട്ടുണ്ട് എൻ്റെ പരീക്ഷ ഒന്നും കൂടി എഴുതാനായിട്ടെന്ന്. അങ്ങനെ ഞാൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുവാനായിട്ട് കാത്തിരിക്കുന്നതിൻ്റെ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വരാറായി, അമ്മ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ അമ്മയുടെ സാമീപ്യം എനിക്കിവിടെ വെച്ച് തിരിച്ചറിയാനിടയായി. എൻ്റെ റിസൾട്ട് ശനിയാഴ്ച വരേണ്ട റിസൾട്ട് വെള്ളിയാഴ്ച വന്നു. എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി. അതുകൂടാതെ തന്നെ മൂന്നാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാന ആസക്തി. മദ്യത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശീലവും ഹസ്ബൻഡിനുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് മദ്യപിച്ചിട്ടില്ല. അതോടൊപ്പം അതേക്കുറിച്ചൊരു സംസാരമോ ഒന്നും തന്നെ ഇല്ല. അതിന് തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നതിനും തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു.